മഹാത്മാഗാന്ധിയെ പുകഴ്ത്തിയിരിക്കുന്നു ഇപ്പോൾ RSS എന്ന വാർത്തയാണ് വരുന്നത്. ഗാന്ധിജിയുടെ സംഭാവനകൾ വളരെ വലുതാണ്. ഗാന്ധി അനീതിയിൽ നിന്നും രാജ്യത്തെ രക്ഷിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയുടെ സംഭാവന അവിസ്മരണീയമാണെന്നും മോഹൻ ഭഗവത് പറഞ്ഞു. RSS 100ാം വാർഷികാഘോഷ ചടങ്ങിലാണ് മോഹൻ ഭഗവത് ഗാന്ധിയെ സ്തുതിച്ചത്. കേൾക്കാം. आज 2 अक्टूबर है, इसलिए स्वर्गीय महात्मा गांधी जी की भी जयंती है. अपने स्वातंत्र्य की लड़ाई में उनका योगदान तो अविस्मरणीय है, परंतु स्वतंत्रता के बाद भारत कैसा हो, भारत का जीवन किस प्रकार के तंत्र से चले, उसके बारे में विचार देने वाले हमारे जो उस समय के दार्शनिक नेता थे, उनमें उनका स्थान अग्रणी है. हिंद स्वराज में उन्होंने वह चित्र का रेखांकन किया है. सादगी, विनम्रता और प्रामाणिकता के प्रतीक, और जिन्होंने देश के लिए अपने प्राण अर्पण किए, ऐसे ഒടുവിൽ തിരിച്ചറിഞ്ഞു അല്ലേ എന്നുള്ളതാണ് ചോദ്യം. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഗാന്ധിജിയുടെ സംഭാവനകളെ കുറിച്ച് മോഹൻ ഭാഗവത് പറയുമ്പോൾ ഇന്ന് വിജയദശമിയും ഗാന്ധി ജയന്തിയും ഒരുമിച്ച് വരുമ്പോൾ തന്നെ അത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഒടുവിൽ ഗാന്ധിയെ തിരിച്ചറിയുകയാണോ? നാഗ്പൂരിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ RSSനെ സംബന്ധിച്ചിടത്തോളം 100ാം വാർഷികാഘോഷ ചടങ്ങിലാണ് മോഹൻ ഭാഗവതിന്റെ ഈ ഗാന്ധി സ്തുതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഒക്ടോബർ 2 പ്രധാനമായും ഗാന്ധിജിയുടെ ജയന്തിയാണ് ഇന്ന് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മോഹൻ ഭാഗവത് ഗാന്ധിയെ സ്തുതിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയുടെ പങ്കാളിത്തവും സംഭാവനയും അവിസ്മരണീയമാണ് എന്ന് RSS പറയുകയാണ്. ഗാന്ധിജി രാജ്യത്തെ അനീതിയിൽ നിന്നും രക്ഷിച്ച ആളാണ്. ഗാന്ധിജിയുടെ സംഭാവനകൾ വളരെ വലുതാണ്. സ്വാതന്ത്ര്യാനന്തരം രാജ്യം എങ്ങനെയാകണമെന്ന് ചിന്തിക്കുകയും നിർദ്ദേശങ്ങളും ദർശനങ്ങളും നൽകിയ ദാർശനിക നേതാവാണ് ഗാന്ധി എന്നുകൂടി മോഹൻ ഭാഗവത് പറഞ്ഞു വെക്കുകയാണ്. ഏതായാലും ഇതിന് പിന്നാലെ ഇന്ത്യയുടെ പല മേഖലകളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളും ഇന്നത്തെ പ്രസംഗത്തിലുണ്ടായിരുന്നു. ആഗോള പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ലോക രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുകയാണെന്നും ഇന്ത്യ ലോകത്തിന് വഴി കാണിക്കണമെന്ന് രാജ്യങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്നും ഉള്ള പ്രതികരണങ്ങളുണ്ടായിരുന്നു. ഏതായാലും US താരിഫ് അടക്കം നേപ്പാളിലെ ജൻസി കലാപം അടക്കമുള്ള വിഷയങ്ങളിലും മോഹൻ ഭാഗവതിന്റെ പ്രതികരണമുണ്ട്. 100ാം വാർഷികാഘോഷ ചടങ്ങ് നാഗ്പൂരിൽ നടന്നിരുന്നു. ആ പ്രസംഗത്തിലാണ് മോഹൻ ഭാഗവതിന്റെ ഗാന്ധി സ്തുതി. അരുൺകുമാർ, ഓക്കെ, അത് കൗതുകകരം കൂടിയാണ് ഒരർത്ഥത്തിൽ. അതിൽ കേൾക്കുന്നുണ്ടോ എന്തോ അല്ലേ, എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് അറിയുന്നുണ്ടാവും. ഇപ്പോൾ ഗാന്ധി ഒരുപാട് സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് അല്ലേ, എന്താ പറയാ.